നീ ഇനി എത്ര പറഞ്ഞാലും തരാൻ എൻ്റെ കയ്യില് പൈസ ഇല്ല. ഞാന് തന്റെ കാശൊന്നും ചോദിച്ചില്ല, എന്റെ അച്ഛൻ്റെ അമ്മേനും കാശ് തന്നാ മതി. നമ്മുടെ അച്ഛനമ്മയും മരിച്ചത് ഒരുപാട് ക്യാഷ് സമ്പാദിച്ചു വെച്ചിട്ടൊന്നല്ല. ഓ കാണാ, നീ എന്താ വെച്ചാ ചെയ്തോ. അവൻ ആരാന്ന് അവന്റെ വിചാരം? ആരുടെ? ചേട്ടന്റെ. അവന്റെ പൈസ ചോദിച്ചപ്പോ ഇല്ലാത്ര. ആരുടെ? ഓ, നിന്റെ ചേട്ടന്റെ കൈ. എന്റെ കൈ തരിച്ചു വന്നതാ. എന്നിട്ട് എന്ത്? തരിപ്പ് മാറ്റിയില്ലേ? തരിപ്പ് മാറ്റിയാ പിന്നെ വീട്ടിൽ കയറാൻ പറ്റൂലായിരിക്കുമല്ലോ അല്ലേ? വിടളിയാ, നീ ഇതൊന്ന് പിടിച്ചേ. പിന്നെ ഒരു കാര്യം, നിന്റെ മീരയെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടായിരുന്നു. അതങ്ങനെ ഒരു സാധനം. അവളവളെ അച്ഛനും വന്നായിരുന്നു. ഞാൻ നല്ല പുളിച്ചത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും അത് നല്ലതാ. ആ വിറ്റുകളൊന്നും വളരെ അനുവദിക്കരുത്. അളിയാ, പിന്നെ നിനക്ക് മീരയോട് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ പറയണം. പറഞ്ഞാ ഞാൻ കേൾക്കും. അല്ലാതെ അയ്യേ നീ ഒഴിക്കടാ. എന്തിട്ടൊഴിക്കാൻ? ഇത് കാര്യമാണ്. കാലിയോ മേടിച്ചൊക്കെ എവിടെ തീർന്നടാ? നിന്റെ അണ്ണാക്കിലേക്കല്ലേ തട്ടിയേ? അത്രേ ഉള്ളൂ. അച്ചാറെവിടെ? ഇതിവിടെ വെച്ചിട്ടാ. അയ്യോ എടാ എടാ, അത് വേണ്ട. എടാ വേണ്ട, അത് കുടിക്കല്ലേ. എടാ എടാ എടാ, കുടിക്കരുത്. ചതിച്ചല്ലോ ദേവിയെ. എന്ത് മാട്ട സാധനത്? തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലല്ലോ. ഇറങ്ങില്ലടാ. എടാ, നീ എന്താ അടിച്ചതെന്ന് എനിക്കറിയോ? എന്താ തേങ്ങടാ? എടാ, ഞാൻ ചെടിക്കടിക്കാൻ വെച്ച കുരുടാനാടാ നീ അടിച്ച്. എന്ത് കുരുടാനാടാ? എന്താ നീ പറയുന്നേ? എടാ, ഇത് പ്രശ്നമാണ്. നീ വന്നേ, നമുക്ക് ആശുപത്രി പോവാം. വാ വാ വാ. എടാ നീ എന്താ ഈ പറയുന്നേ? എടാ, സമയം കളയല്ലേ, നീ വന്നേ. വാ. എന്റെ ദൈവമേ, ഇനി നീ ഇതെടുത്തിട്ട് പോയ എന്റെ കുടുംബം പട്ടിണി. എന്താ ഇങ്ങനെ? നിനക്ക് കണ്ണുജോരിയില്ലേ? ടിക്കറ്റ് എടുക്കട്ടെ? ചതിക്കരുത്. നിങ്ങൾ ടിക്കറ്റ് എടുത്തോണ്ട് പോയാ എന്റെ കുടുംബം പട്ടിണിയാ. വേണ്ട. ചേട്ടാ, പറ്റിപ്പോയി, ക്ഷമിക്ക്. എൻ്റെ കയ്യിലിപ്പം ഇത് ചേട്ടൻ വെച്ചോ. മീര, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ. അവൻ പറഞ്ഞോണ്ട് മാത്രം തന്നെയാ നിന്നെ. അതങ്ങനെയല്ല, നിനക്കെല്ലാം മനസ്സിലാവും. അന്ന് നീ എന്നോട് ക്ഷമിച്ചാൽ മാത്രം മതി. എല്ലാം ശരിയാവും. ഏട്ടോ, അവന്റെ പിന്നെയും വരണ്ടട്ടാ. ഇനി അവൻ ഉടക്കാണെങ്കിൽ അവന്റെ തലമണ്ടയെ അടിച്ച് പൊളിക്കും. എന്താ? സോറി ഏട്ടാ. ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പണ്ട് ചേട്ടനായിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ടുവരുന്നു. അന്ന് മാങ്ങയൊക്കെ പറിച്ചു തരുമായിരുന്നു. പിന്നെ ചേട്ടന് ജോൺസൺ മാഷിന്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ചപ്പിട മുട്ടി. അപ്പം ചേട്ടൻ ട്രൗസർ ഊരി ആ പറമ്പിലിരുന്നു. പെട്ടെന്ന് ജോൺസൺ മാഷ് വന്നപ്പോൾ ട്രൗസർ ഊരിവിടാനുള്ള പറമ്പിൽ നിന്ന് ഓടുന്ന ചേട്ടനെ ഞാൻ കണ്ടു. ചേട്ടനത് ഓർമ്മയുണ്ടോ? പിന്നെ മതി മതി മതി. എന്താ നിന്റെ ഉദ്ദേശം? ചേട്ടനോട് ക്ഷമിക്ക്. നീ പഴയ കാര്യങ്ങളൊക്കെ പറയാതിരുന്ന ക്ഷമിച്ചു. സോറി. അവരെന്തോ എന്നെ തല്ലാൻ വന്നതാണെങ്കിലും എൻ്റെ കയ്യിൽ കാശില്ല. നീ എന്താ എനിക്ക് ചെയ്തിട്ടിപ്പോ? എന്താടാ ഇതേറ്റി എന്നെ കരയുന്ന? എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. നിനക്ക് എന്താ പറ്റിയേ? അച്ഛനമ്മ പെട്ടെന്ന് പോയപ്പോ എനിക്ക് ആരും ഇല്ലാണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എല്ലാരും വെറുപ്പിച്ചത്. ഇനി ചേട്ടനെ വെറുപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നിനക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റി എനിക്ക് സഹിക്കും. അതുകൊണ്ടല്ല നിന്നോട് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്ക് ബിസിനസ് തുടങ്ങണം, നമുക്ക് തുടങ്ങാടാ, എല്ലാം നമുക്ക് ശരിയാക്കാം. വാ, നീ വാ, എല്ലാം കഴിക്കാം. വാ. എടാ, എന്റെ ചെറുക്കനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. അല്ല കുഴപ്പമില്ല. ഒരു മിനിറ്റ് ചേട്ടാ, ഇപ്പൊ വരാം. എടാ മോനെ, അവൻ നിന്നെ നശിപ്പിക്കുകയുള്ളൂ. ഒറ്റ മിനിറ്റ് ഒന്ന് സംസാരിച്ചിട്ട് വരാം. ചേട്ടനെ വിളിച്ചു വേണ്ട, നമുക്ക് പുറത്തു പോവാം. പുറത്തു പോവാനാ? എവിടെ പോവാൻ? എടാ, എനിക്ക് തീരെ ശ്വാസം കിട്ടുന്നില്ല. അതേടാ, നിനക്ക് ശ്വാസം കിട്ടില്ലടാ. കണ്ട സാധനം അടിച്ച് എന്നെയും തള്ളിയിട്ട് കിലോമീറ്റർ കണക്ക് ഓടിയാ നിനക്ക് എവിടെ നിന്നാണ് ശ്വാസം കിട്ടാ? പാട്ടി. എടാ, നീ എന്താ ഈ പറയുന്നേ? നീ അല്ലേ പറഞ്ഞു കുരുടാൻ അടിച്ചെന്ന്? കുരുടാനാ? എടാ, ഞാൻ രാത്രി അടിക്കാൻ വെച്ച സാധനം അടിച്ച് എന്നെയും തള്ളിയിട്ടാ എനിക്ക് ദേഷ്യം വരില്ലേ? അപ്പോ അത്ര തന്നെ, വേറൊന്നുമില്ല. അളിയ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? കടിക്കോ? എന്റെ പൊന്നു മുത്തേ, ഇത്രയും കാലം നീ ചെയ്തതിൽ എല്ലാവരും ഞാനില്ലായിരുന്നെങ്കിലോ? ആരെയോ വിളിക്കാൻ. ഹലോ മീര. ഹായ് മീര. As the floors can take no more, stuck in this groove, I'm feeling bored.
ടിക്കറ്റ് എടുക്കട്ടെ?